അറബിക്കടലിൽ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തടിയുകയാണ്. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, പാപനാശം, മാമ്പറ തീരപ്രദേശങ്ങളിലായി 4 കണ്ടെയ്നറുകളാണ് ഇന്ന് പുലർച്ചെയോടെ അടിഞ്ഞത്. 2 എണ്ണം തകർന്ന നിലയിലാണ്. പാപനാശത്ത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. അവിടെ തീരത്തിന് അടുത്ത് കണ്ടെയ്നറുകൾക്കടുത്തേക്ക് ആളുകൾ പോകുന്നത് തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നുമില്ല. വിവരങ്ങളുമായി എസ് അഭിലാഷ് ഉണ്ട്. ഇത് വർക്കല പാപനാശത്തു നിന്നുള്ള കാഴ്ചയാണ്. ഒരു വെളുത്ത പൊടി അവിടെയൊക്കെ പരന്നിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ട്. പക്ഷേ അതിനിടയിലാണ് ആളുകൾ വളരെ സുഗമമായി അതിനടുത്തേക്കൊക്കെ പോകുന്നത്. അതേസമയം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ പലതും തീരത്തടിഞ്ഞുവെങ്കിലും അത് എത്തിയ സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള നീക്കം ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ. കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർണസ് ഓയിൽ, എണ്ണ, ഡീസൽ, കണ്ടെയ്നറുകൾക്കുള്ളിലെ കാൽസ്യം കാർബൈഡ് അങ്ങനെ കടലിനെ മലിനമാക്കുന്നതും ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് ഈ കപ്പലിനും കണ്ടെയ്നറുകൾക്കുമൊപ്പം ഇപ്പോൾ കടലിലുള്ളത്. എത്രയാണ് ആ എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി എന്ന് മനസ്സിലാവാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. വിവരങ്ങളുമായി വർക്കലയിൽ നിന്ന് എസ് അഭിലാഷും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വസ്തുക്കൾ അടുത്തേക്ക് പോകരുത്, സുരക്ഷ പാലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വർക്കലയിൽ നമ്മൾ കാണുന്നത് പാപനാശം ഇത്രയേറെ ആളുകൾ രാവിലെ തന്നെ വരുന്നൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ശ്രദ്ധയും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതിപ്പോൾ ആളുകളൊക്കെ ഇതിനടുത്തേക്ക്, ഇത് എന്താണെന്ന് പോലും അറിയില്ല, അതിനടുത്തേക്ക് പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? ശ്രീജ, തീർച്ചയായും രാവിലെ 2 മണിയോടുകൂടിയാണ് ഈ കണ്ടെയ്നർ പാപനാശം തീരത്ത് അടിയുന്നത്. കണ്ടെയ്നറിന്റെ ഒരു ഭാഗം പൊട്ടിയ അവസ്ഥയിലായിരുന്നു. ഇതിൽ നിന്നും ചാക്കുകെട്ടുകളും ബോക്സുകളും പുറത്തേക്ക് വീണ്ടിരുന്നു. ഇതിൽ നിന്നാണ് ഈ വെളുത്ത പൊടി രൂപത്തിലുള്ള രാസവസ്തു തീരത്താകെ പടർന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ പാപനാശം തീരത്ത് ബലി തർപ്പണം ആരംഭിക്കും. ഈ ബലി മണ്ഡപത്തിന് സമീപത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞത് എന്നത് തന്നെയാണ് ഏറെ ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത്. പുലർച്ചെ ബലിതർപ്പണത്തിലെത്തിയ ഭക്തർ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞത്. എന്നാൽ ഈ സമയത്ത് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ബീച്ച് പോലീസുകാർ മാത്രമാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. ഇവരെ ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾക്കൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഈ വെളുത്ത പൊടി പോലെയുള്ള രാസവസ്തു ചവിട്ടിയാണ് ഈ ജനങ്ങൾ കടലിലേക്ക് ഇറങ്ങിയതും ബലിതർപ്പണം നടത്തിയതും. പലരുടെയും കാല് നീറുന്നുണ്ടോ എന്ന് പരാതി പറഞ്ഞതായും അറിയുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷമാണ് വർക്കല പോലീസ് ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ജനങ്ങളെ തീരത്തു നിന്നും മാറ്റി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്കിലും ആദ്യഘട്ടത്തിൽ ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാം. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളായ 4 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്. അതിൽ 2 എണ്ണം അഞ്ചുതെങ്ങ് ഭാഗത്താണ്. അത് മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ തന്നെ ജാഗ്രത പാലിക്കുകയും ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പോലീസ് എത്തി എത്തിയ ജനങ്ങളെ അവിടത്തേക്ക് ഭാഗത്തു നിന്ന് മാറ്റുകയും ഈ കണ്ടെയ്നറിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് വന്ന സാധനങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാന്ത്രയിൽ അടിഞ്ഞ കണ്ടെയ്നറുകളും കാലിയായിരുന്നു. ഒരു കണ്ടെയ്നറാണ് അടിഞ്ഞത്, അത് കാലിയായിരുന്നു. എന്നാൽ ഈ പാപനാശത്തുണ്ടായത് ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ശ്രീജ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ കൂടി ചേർന്നുണ്ട്. ആജ്ഞ, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഏറ്റവും ആദ്യം നൽകിയ നിർദ്ദേശം ഇത് തീരത്തടിയാൻ സാധ്യതയുണ്ട്, അവിടെ ജാഗ്രത പാലിക്കണം എന്നതൊക്കെയായിരുന്നു. ആളുകളുടെ കൗതുകത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു തടസ്സം ഇനി എന്താണ്? ഇത് കസ്റ്റംസിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ പ്രത്യാഘാതങ്ങളെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? ശ്രീജാതി 13 എണ്ണത്തിൽ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ട് എന്നാണ്. അത് വെള്ളത്തിൽ തട്ടിയ തീ പടരാനോ അതുപോലെ തന്നെ പൊള്ളലേൽക്കാനും സാധ്യതയുള്ള ഒരു രാസവസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുതലേ തീരത്തുള്ളവർ, അതായത് ഇങ്ങനെ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതിൽ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ കാൽസ്യം കാർബൈഡിൻ്റെ അതുപോലെ എണ്ണ പടരുന്നതും തടയാൻ വേണ്ടിയാണ് ഈ
ഒരു ഇത്തരം പൊടി വിതറുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പൊടികൾ തീരത്തടിയുന്നതും അതല്ലെങ്കിൽ തിരയിലൂടെ കരയിലേക്ക് അടിയുന്നതും ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡ് അടക്കം നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെ അതായത് കാൽസ്യം കാർബൈഡാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ പടർന്നാൽ പോലും പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്ത് ഇപ്പോൾ കടലിറങ്ങുന്നത് സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഇങ്ങനെ കണ്ടെയ്നർ കരക്കടിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 13 കണ്ടെയ്നർ കൊല്ലത്ത് തീരത്താണ്, കൊല്ലം ജില്ലയുടെ തീരങ്ങളിലാണ്. അതുപോലെ 2 എണ്ണം പാല് തട്ടിയിട്ട് വെള്ളത്തിനടിയിൽ തന്നെ പൊന്താതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് 2 എണ്ണം ആലപ്പുഴയിലുമാണ് നിലവിൽ അടിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് മനസ്സിലാക്കുന്നത് സമയം വേണമെന്ന് തന്നെയാണ്. അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കാനും അതുപോലെ അതിൽ നിന്ന് പടരുന്ന രാസവസ്തുക്കൾ നിർവീര്യമാക്കാനുമുള്ള പ്രൊസീജിയേഴ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ കാൽസ്യം കാർബൈഡിനെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ഈ വെള്ളപ്പൊടി വിതറി അതുപോലെ എണ്ണപ്പാട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും തീരത്തുള്ളവർ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയായതുകൊണ്ടും കടൽക്ഷോഭം രൂക്ഷമായതുകൊണ്ടും കടലിലിറങ്ങരുതെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രത്യേക പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗങ്ങളിൽ തീരത്ത് ബീച്ചിലൊക്കെ ആളുകൾ ഇറങ്ങുമ്പോൾ തിരയിലേക്ക് ഇറങ്ങരുത്, കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് തന്നെയാണ് ശ്രീജ. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്.